കോഴിക്കോട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി കടലോരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലത്തീൻ ദേവാലയമാണ് ദേവമാത കത്തീഡ്രൽ ദേവാലയം അഥവാ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയം. 1513 പോർച്ചുഗീസുകാർ സാമൂതിരിയുമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ച ചരിത്രമാണ് പള്ളിക്കുള്ളത്. സാമൂതിരിയുടെ അനുമതിയോടെ കന്യാമറിയത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം മാത്രേ ദേയ് എന്നാണ് അന്നറിയപ്പെട്ടിരുന്നത്. ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ മാതാവ് എന്നാണ്. ഈ പള്ളി കോഴിക്കോട് രൂപതയിലെ കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു. 1599 ഗോവ ആർച്ച് ബിഷപ്പായ അലക്സസ് ഡി മെനസിസ് കോഴിക്കോട് സന്ദർശിച്ച് സാമൂതിരിയെ കണ്ടു. സാമൂതിരിയുടെ സഹായത്തോടെ പള്ളി പുതുക്കി പണിയാൻ കൂടുതൽ ഈശോ സഭക്കാരെ കോഴിക്കോട്ടേക്ക് അയച്ചു. 1724 സാമൂതിരിയുടെ ഉടമ്പടി പ്രകാരം ഫാദർ ഫ്രാൻസിസ് അക്കോസ്റ്റയുടെ നേതൃത്വത്തിൽ പള്ളി പുനർനിർമ്മാണം നടത്തി. പല പുതിയ പരിഷ്കാരങ്ങളും വരുത്തി. ഗോതിക് മാതൃകയിലുള്ള ഈ കത്തീഡ്രൽ പണിയാനായി ഇറ്റാലിയൻ വാസ്തുശില്പികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. ഈ ദേവാലയത്തിന്റെ പഴമയേക്കാളും വാസ്തുഭംഗിയേക്കാളും ഉദാത്തമാണ് മതമൈത്രി വിളിച്ചോതുന്ന ഇതിന്റെ ചരിത്രം. 1793 ഈ ദേവാലയത്തിലെ വികാരിയച്ഛനായിരുന്ന ഫാദർ ഗബ്രിയൽ ഗോൺസാലസ് മലബാർ കളക്ടർക്ക് എഴുതിയ ചില എഴുത്തുകളിലൂടെയാണ് ഈ ചരിത്രം നമ്മുടെ അറിവിലേക്ക് എത്തുന്നത്. 1498 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തുന്നത്. അശാന്തിയുടെ നാളുകളാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിക്കും പ്രജകൾക്കും പോർച്ചുഗീസുകാർ സമ്മാനിച്ചത്. ഒട്ടനവധി യുദ്ധങ്ങളും ഉടമ്പടികളും സാമൂതിരിയുമായി ഈ കൂട്ടർ നടത്തിയിരുന്നു. ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ഇടയിലേതോ നല്ലൊരു മുഹൂർത്തത്തിലാണ് പോർച്ചുഗീസുകാർക്ക് ഒരു പള്ളി പണിയുവാൻ സാമൂതിരി സ്ഥലം കൊടുത്തത്. സ്ഥലം മാത്രമല്ല, ആളും അർത്ഥവും കൊടുത്തു. പള്ളി ഉണ്ടായാൽ മാത്രം പോരാ, അത് നിലനിൽക്കണമെന്നും ആത്മാർത്ഥമായി തന്നെ സാമൂതിരി ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം തന്റെ സൈന്യാധിപനായിരുന്ന തലച്ചെന്നവരുടെ കൈവശത്തിലിരുന്ന സ്ഥലം പള്ളിക്ക് സുമനസാലെ പതിച്ചു നൽകി. കരാർ വ്യവസ്ഥകൾ ചെമ്പോലയിലാണ് എഴുതപ്പെട്ടത്. കരാർ പ്രകാരം വർഷത്തിൽ പ്രസ്തുത സ്ഥലത്തെ എല്ലാ ഓലക്കെട്ടിടത്തിൽ നിന്നും 1 സ്വർണ്ണഫണം വീതവും ഉറപ്പുള്ള കെട്ടിടത്തിൽ നിന്ന് 2 സ്വർണ്ണഫണം വീതവും വാടക പിരിച്ചെടുക്കുവാനുള്ള അവകാശം സാമൂതിരി വികാരിയച്ഛന് കൊടുത്തു. കൃത്യമായും കണിശമായും വികാരിയച്ഛൻ വാടക പിരിച്ചെടുക്കുകയും ചെയ്തു വന്നു. പിരിച്ചെടുത്ത വാടക വികാരിയച്ഛന്റെ കീഴ് ജീവനക്കാരുടെയും സംരക്ഷണത്തിനും വല്ലപ്പോഴും സംഭവിക്കാവുന്ന പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്കുമായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വളരെ സ്പഷ്ടമായി സാമൂതിരി കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. കാര്യങ്ങൾ സുഗമമായി നടന്നു വരുമ്പോഴാണ് മൈസൂരിൽ നിന്നും ഹൈദരാലിയുടെ പടനീക്കം ആരംഭിക്കുന്നത്. തോൽക്കാൻ മനസ്സിലായിരുന്ന സാമൂതിരി തന്റെ വെടിമരുന്ന് ശാലയ്ക്ക് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കോഴിക്കോടിന്റെ ഭരണം കൈയാളിയ ഹൈദരാലിയുടെ മുന്നിൽ തെല്ലരമ്പരപ്പോടെയാണ് വികാരിയച്ഛൻ തന്റെ ആവശ്യവുമായി എത്തിയത്. സാമൂതിരി തനിക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ തുടരാൻ അനുവദിക്കണം. ഹൈദരാലി സമ്മതിച്ചു. തുടർന്ന് ഹൈദരാലി പറഞ്ഞ കൽപ്പന കേട്ട് വികാരിയച്ഛൻ സത്യത്തിൽ ഞെട്ടുക തന്നെ ചെയ്തു. നിങ്ങൾക്ക് ദിവസം 3 രൂപ ശമ്പളം തരുവാൻ ഞാൻ കൽപ്പനയായിരിക്കുന്നു. സന്തോഷത്തോടെയാണ് അച്ഛൻ പള്ളിമേടയിലെത്തിയത്. ഒരു മുസൽമാൻ രാജാവ് ഒരു പള്ളി വികാരിക്ക് മാസ ശമ്പളം കൊടുക്കുക മതമൈത്രിയുടെ ഉദാത്തമായ ഒരു ഉദാഹരണം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. നവാബ് ഹൈദരാലി ഇതിനായി ഒരു പ്രമാണവും തയ്യാറാക്കി കൊടുത്തു. കോഴിക്കോടിന്റെ ഭരണം തന്റെ ഗവർണർമാരെ ഏൽപ്പിച്ച് ഹൈദരാലി മൈസൂർക്ക് മടങ്ങി. ഗവർണറായി വന്ന സേർദാൻ ഖാൻ വികാരിയുടെ ശമ്പളം നിർത്തലാക്കി. എന്നാൽ ശനിയുടെ കാഠിന്യം ഉച്ചസ്ഥായിലെത്തിയത് കോഴിക്കോട് ഹൈദരാലിയുടെ കളക്ടറായി ദുപ്പപ്പ പട്ടർ അധികാരമേറ്റപ്പോഴാണ്. സാമൂതിരിയുടെ കരാർ പ്രകാരം വികാരിയച്ഛൻ അന്നേ വരെ വാങ്ങിച്ച എല്ലാ വാടക പണവും തന്റെ മുന്നിൽ വെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിസ്സഹായകനായി നിൽക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. തുടർന്ന് പണം കൊടുക്കാത്തതിനാൽ ദുപ്പപ്പ പട്ടർ അദ്ദേഹത്തെ ജയിലിലടച്ചു. കോഴിക്കോട്ടെ ക്രിസ്തീയ സമൂഹം ഇതിൽ വേദനിച്ചു. ഹൈദരാലിയുടെ കോഴിക്കോട്ടെ സൈന്യാധിപനായിരുന്ന അർഷദ് ബൈഖാനും ഗവർണർ ദുപ്പപ്പയും തമ്മിൽ വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. ആരും അറിയാതെ ഒരു രാത്രി ഹർഷദ് ഖാൻ വികാരിയച്ഛനെ ജയിലറയിൽ നിന്ന് തുറന്നുവിട്ടു. രായ്ക്ക് രാമനും തന്റെ വിശ്വാസികളുമായി തലശ്ശേരിക്ക് ഇംഗ്ലീഷ് കോട്ടയിലേക്ക് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് മലബാർ ഭരണം ഇംഗ്ലീഷുകാർ കൈയാളിയപ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനികൾ കോഴിക്കോട്ടേക്ക് മടങ്ങി വന്നത്. ദേവാലയം നിൽക്കുന്ന സ്ഥലത്തിനെ ഇംഗ്ലീഷുകാർ ഹാർബർ ടൗൺ എന്നാണ് വിളിച്ചിരുന്നത്. സാമൂതിരി പള്ളിക്ക് കൊടുത്ത സ്ഥലത്തെ 500ഓളം തെങ്ങുകൾ ഇംഗ്ലീഷുകാർ വെട്ടിമാറ്റിയിരുന്നു. അതിന് നഷ്ടപരിഹാരം കിട്ടുവാനും മാസം തോറും 50 രൂപ പ്രകാരം തനിക്ക് ചിലവിന് കിട്ടുവാനുമാണ് ഫാദർ ഗോൺസാലസ് കളക്ടർക്ക് കത്തെഴുതിയിരുന്നത്. 1793 നവംബർ മുതലാണ് എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നതെങ്കിലും നഷ്ടപരിഹാരമായി 531 രൂപ 8 അണയും അലവൻസായി 50 രൂപയും കളക്ടർ അനുവദിക്കുന്നത് 1837 മാത്രം. വാതിലുകളിലും ജനലുകളിലും വളഞ്ഞ കമാനങ്ങളിലും തൂണുകളിലും ഇറ്റാലിയൻ സ്വാധീനമുണ്ട്. ഉയർന്ന ചതുരാകൃതിയിലുള്ള ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ട മുഖവശത്തിന് നിയോ റോമൻ വാസ്തുവിദ്യാ ശൈലി പ്രകടമാണ്.
പ്രവേശന കവാടത്തിലെ മനോഹരമായി കൊത്തിയെടുത്ത 3 തടിയൻ വാതിലുകളിലും ഇറ്റാലിയൻ വാസ്തുവിദ്യയുടെ സ്വാധീനം കാണാം. 1923 ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ കത്തീഡ്രലായി മാറിയത്. ബിഷപ്പുമാരായ ആൻഡോ മരിയ പത്രോണി, ലിയോൺ പ്രസെപ്പിയോ, പൗലോസ് പെരിനി, മാക്സ്വെൽ വാലന്റൈൻ നൊറോണ തുടങ്ങിയവരുടെ ശവകുടീരങ്ങൾ ഈ പള്ളിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ കത്തലിക് മിഷണറി പെട്രോ ഡി കോവിൻഹേന്, ഫ്രാൻസിസ് ജോസഫ് ഡി റൊസാരിയോ എന്നിവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകം പള്ളിയുടെ ഭിത്തിയിൽ കാണാം. പള്ളിയുടെ ചുവരിൽ 200 വർഷം പഴക്കമുള്ള വിശുദ്ധ കന്യാമറിയത്തിന്റെ ഛായാചിത്രമാണ് മറ്റൊരു ആകർഷണം. പോർച്ചുഗീസ് വാസ്തുഭംഗി മുഴുവനായും ആവാഹിച്ചെടുത്ത ഈ കത്തോലിക്ക ദേവാലയത്തിന്റെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് എത്തിനോക്കുന്ന മിനാരവും കുരിശും ആരെയും ഒന്ന് ആകർഷിക്കും. ഒന്ന് കാതർത്താൽ നിങ്ങൾക്ക് ആ സ്നേഹമന്ത്രണം കേൾക്കാം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.